രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ ഭജഗോവിന്ദം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമി എഴുതിയ അതിപ്രശസ്തമായ ഭജഗോവിന്ദം, ഇത് ഓരോ ഹിന്ദുവും കേട്ടിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഭജഗോവിന്ദം. ഓർമ്മിക്കുക, ഈ എപ്പിസോഡിൽ അതെ കാമാസക്തി എങ്ങനെ നിയന്ത്രിക്കാം, കാമാസക്തി എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായി തിരിച്ചുവിടാമെന്ന് അതിവിദഗ്ധമായി ഒരു മനഃശാസ്ത്രജ്ഞന്റെ ചാതുര്യത്തോടെ ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ്. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, അതേ കണക്ക് ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, ബുധനാഴ്ച ഭജഗോവിന്ദം, വ്യാഴാഴ്ച ദിവസം പിന്നെ ജയദേവ കവിയുടെ അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ പ്രണയ കഥ അത് അവതരിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. നേരിട്ട് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാം. ദൂരെയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9645333999. അതേ കണക്ക് തന്നെ ജ്യോതിഷം കൊടുത്തിട്ടുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, നിങ്ങളതൊക്കെ കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്. ഒരു ഹിന്ദു അത് കേൾക്കാതെ ആത്മാവ് ശരീരം വിടാൻ അനുവദിക്കരുത്. അതേ കണക്ക് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാധിക കവചമുണ്ട്, അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അർത്ഥം മനസ്സിലാക്കി അത് കേട്ട് നിങ്ങൾ ചൊല്ലുക. നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എൻ്റെ നമ്പറുണ്ട്, ഞാൻ എനിക്കതിനകത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നിശ്ചയമായും അയച്ചു തരും. രാധാ സഹസ്രനാമം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അത് വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഉണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ, ഹിന്ദുക്കൾ അറിയേണ്ടവ, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ, നിരവധി ഷോർട്ട് വീഡിയോസ്, സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ മോർണിംഗ് മെസ്സേജ്, അതൊക്കെ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ് എൻ്റെ മാതാവ് രാധാറാണി കീ ജയ് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ് എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ് എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ് അപ്പൊ ഇന്നത്തെ ഭജഗോവിന്ദ പാടിത്തരുന്നത് നിങ്ങളുടെ ഹൃദയം കവർന്നു കഴിഞ്ഞ അൽബയാണ്. നമ്മുടെ അൽബ ആ ശങ്കരാചാര്യ സ്വാമി എഴുതിയ ആ തത്വങ്ങൾ ഉൾക്കൊണ്ട് അതിൽ ലയിച്ച് അത്രയ്ക്ക്, അതായത് ഓരോ പദവും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അൽബ പാടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിസുന്ദരമായ ആലാപനം, അവിശ്വസനീയം, അവർണ്ണനീയം, അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആര് പാടിയിരിക്കുന്നത്? നമ്മുടെ അൽബ പാടിയിരിക്കുന്നത്. അപ്പൊ രാധേ രാധേ ചാനലിന്റെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അൽബ, രാധേ രാധേ ചാനലിന് പ്രിയപ്പെട്ട അൽബ, ഞങ്ങളുടെ അൽബ ഇതാ അത് ആലപിക്കാൻ പോവുകയാണ്. കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നാരീസ്തനഭരനാഭിദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏധന്മാംസവ സാധിവികാരം മനസി വിചിന്തയ വാരം വാരം. അപ്പോൾ നമ്മുടെ അൽബ ഇത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അതുപോലെ ഓർമ്മിക്കണേ, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, അതിവിശുദ്ധമാണ്. അത് നിങ്ങളെൻ്റെ 96153339 അയച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. എൻ്റെ ഒരു വീഡിയോയും നിങ്ങൾ കണ്ടില്ലെങ്കിലും ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണേ. ഓക്കെ. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദി വികാരം ഏതന്മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അർത്ഥം എഴുതിക്കോ. നാരി അർത്ഥം സ്ത്രീ, സ്തനം മാറിടം, സ്തനഭരം മാറിടത്തിൻ്റെ ഭാരം, അതിനഴകെന്നും പറയാം. നാഭീദേശം പൊക്കിൾ പ്രദേശം, ദൃഷ്ട്വ കാണുമ്പോൾ, മാഗ പ്രാപിക്കരുത്, മോഹാവേശം മോഹാവേശം ഭ്രമിക്കരുത്, അതിൽ അതിയായ ആഗ്രഹമുണ്ടാകരുത്. ഏതൻ മാംസ അർത്ഥം ഇത് മാംസമാണ്, അർത്ഥം എഴുതിക്കൊള്ളണം. ഏതൻ മാംസ ഇത് മാംസമാണ്, വസ കൊഴുപ്പാണ്, മാംസവസാദി വികാരം കൊഴുപ്പിൻ്റെ പരിണാമം മാത്രമാണ്, മനസ്സി മനസ്സിൽ, വിചിന്തയ വിചിന്തയ ചിന്തിച്ചാലും, വാരം വാരം അർത്ഥം വീണ്ടും വീണ്ടും. അപ്പോൾ പറയുകയാണ് ശങ്കരാചാര്യ സ്വാമി പറയുക, ഒരു സ്ത്രീയുടെ മാറിടവും പൊക്കിൾ പ്രദേശവും കണ്ടിട്ട് നിങ്ങൾ കാമാസക്തനാകരുത്. അറിയുക, ഇത് മാംസത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും സ്ത്രീ ശരീരത്തിൽ മാത്രം നടക്കുന്ന ഒരു പരിണാമം മാത്രമാണെന്നറിയുക. ഈ ചിന്ത വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് ഉറപ്പിക്കുക. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കാമാസക്തി നമ്മളിൽ നിന്ന് മാറിപ്പോകാനുള്ള മാർഗങ്ങൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധനേക്കാൾ പ്രാഗൽഭ്യത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറയുകയാണ്. സ്വാമി പറയുകയാണ്, സ്ത്രീയുടെ മാറിടവും അവളുടെ പൊക്കിൾ പ്രദേശവും കാണുമ്പോൾ നമുക്ക് കാമാസക്തി ഉണ്ടാകുന്നു.
എന്താണ് ഈ മാറിടം? ഈ മാറിടം എന്ന് പറയുന്നത് മാംസവും കൊഴുപ്പും ഒരു പ്രത്യേക രീതിയിൽ ചേർന്ന് ഉരുണ്ടു വരുന്നതാണ്. പുരുഷനും ആ മാറിടത്തിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അവിടെ കുറെ കൂടെ കൊഴുപ്പടിയും സ്ത്രീക്ക് അവളുടെ ശരീരപ്രകൃതി അനുസരിച്ച്. അങ്ങനെ ശരീരപ്രകൃതി അനുസരിച്ച് കുറച്ചും കൂടെ കൊഴുപ്പടിഞ്ഞ് അതൊരു ആകൃതിയിൽ എന്ത് ചെയ്യുന്നു, അത് രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായത് മാത്രമാണ്. നമ്മൾ ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് മാവിനകത്ത് കയറ്റി നമ്മൾ അതിനെ ഉരുട്ടിയെടുത്ത് കുഴക്കട്ട എന്ന് പറയും. ചിലപ്പോൾ മോദകം ഉരുട്ടിയെടുക്ക് വെക്കാറുണ്ട്, സമൂസ വെക്കാറുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഉരുട്ടി വെക്കുന്നു, അത് മറ്റാരോ ഉരുട്ടി വെക്കുന്നു. ആ ഒരു രൂപം മാത്രം, അതൊരു മാംസം മാത്രമാണത്. ആ മാറിടത്തിലെ തൊലി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്നത് ചോരയും ഞരമ്പുകളും മാത്രമാണെന്ന് നിങ്ങൾ അറിയുക. അത് മനസ്സിൽ ആവർത്തിച്ച് നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾക്കൊരു സ്ത്രീയെ കാണുമ്പോൾ അവളുടെ മുഖം കാണുമ്പോഴല്ല നിങ്ങൾക്ക് കാമം ഉണ്ടാകുന്നത്, അവളുടെ കൈ കാണുമ്പോഴല്ല കാമം ഉണ്ടാകുന്നത്. ഒരു പുരുഷന് ഒരു സ്ത്രീയെ കാണുമ്പോൾ കാമം ഉണ്ടാകുന്നത് അവളുടെ മാറിടവും അവളുടെ പൊക്കിളിന്റെ ആ ഭാഗവും വയറിന്റെ ഞൊടിവുകളും ഇത് കാണുമ്പോഴാണ് ഒരു പുരുഷന് കാമം ഉണ്ടാകുന്നത്. പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകാറുണ്ട്. ഓപ്പോസിറ്റ് സെക്സുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അപാരമായ സുഖം ലഭിക്കുമെന്ന് പുരുഷനും സ്ത്രീയും കരുതുന്നു. മൂഢ, ഒരു നിമിഷം മാത്രമാണത്. ലോകസുന്ദരിയെ നിന്റെ കയ്യിൽ കിട്ടിയാലും കുറച്ചു തവണ നീ അവളുമായി ശരീരബന്ധത്തിൽ പെട്ടുകഴിഞ്ഞാൽ നിനക്കവളെ മടുക്കുന്നത് കാണാം. പിന്നെ ഈ ലോകസുന്ദരിയെ വെച്ചുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധാ പെൺകുട്ടി നിന്നെ ആകർഷിക്കും. അവൾക്കും താല്പര്യമാണെങ്കിൽ നീ അവളോടൊപ്പം എന്ത് ചെയ്യാൻ പോകും? വീണ്ടും ശരീരബന്ധത്തിൽ ഏർപ്പെടാൻ പോകും. ശ്രദ്ധിക്കണേ, ഇവിടെ സെക്സ് തെറ്റാണെന്നോ അത് ചെയ്യരുതെന്നോ പറയുകയല്ല. ശരിക്കും നമുക്ക് ഒരു പുരുഷന് സ്ത്രീയെ കാണുമ്പോഴും ഒരു സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോഴും ആകർഷണം തോന്നാറുണ്ട്. ആ ആകർഷണം എന്തെന്ന് തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ കുഴപ്പം. അതായത് പുരുഷ ഊർജം സ്ത്രീ ഊർജവുമായി ചേർന്ന് എന്നും പൂർണ്ണത വരുത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പൂർണ്ണത വരുത്തുകയും വേണം. പുരുഷൻ അവന് പൂർണ്ണത വരുത്താനുള്ള ഊർജം തേടി നടക്കുകയാണ്. അവന് സ്ത്രീയെ കാണുമ്പോൾ എന്തു ചെയ്യുന്നു? ആ സ്ത്രീയുടെ ആ എനർജി, സ്ത്രീ എനർജി, അതായത് ഫീമെയിൽ എനർജി, അതുമായി ഒത്തുചേർന്ന് പൂർണ്ണത കൈവരിക്കാൻ തോന്നും. ഇതുപോലെ സ്ത്രീക്കും പുരുഷനെ കാണുമ്പോൾ അവളിൽ ഇല്ലാത്ത ഒരു എനർജി അവനിലുണ്ട്. അതുമായി ചേർന്നിട്ട് എന്ത് ചെയ്യാൻ തോന്നും? പൂർണ്ണത വരിക്കാൻ തോന്നും. ഇതാണ് ഹിന്ദുക്കളുടെ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അർദ്ധനാരീശ്വര ബിംബം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ പകുതി ആരാണ്? ശിവനും പകുതി ആരാണ്? പാർവതിയുമാണ്. എന്ന് പറഞ്ഞാൽ ശിവൻ മെയിൽ എനർജി, പുരുഷ എനർജിയുടെ പ്രതീകവും പാർവതി ഫീമെയിൽ എനർജി, അതായത് എന്താണ്? സ്ത്രീ എനർജിയുടെ പ്രതീകവുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ പുരുഷ എനർജിയും സ്ത്രീ എനർജിയും കൂടെ ഒന്നിച്ചു ചേരുകയാണ്. നോക്കൂ, പുരുഷ എനർജിയും സ്ത്രീ എനർജിയും കൂടെ ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചത്. അതുകൊണ്ട് തന്നെ മെയിൽ എനർജിക്ക് ഫീമെയിൽ എനർജിയെ കാണുമ്പോൾ ആകർഷണം വരും. ഫീമെയിൽ എനർജിക്ക് മെയിൽ എനർജിയെ കാണുമ്പോഴും എന്ത് ചെയ്യും? അവർക്ക് ആകർഷണം വരും. ഇനി ഒരു ചോദ്യം, ഈ ആകർഷണം ഇപ്പം മെയിൽ എനർജി ഒരു പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ ഫീമെയിൽ എനർജിയുമായി ചേർന്ന് ഒന്നാകാൻ തോന്നും. അപ്പൊ അവന് ആ ആകർഷണം വരുന്നത് സ്ത്രീയുടെ മാംസബോധത്തോടാണോ അതോ മറ്റെന്തിനോടെങ്കിലുമാണോ? അതാണ് ഒരു വലിയ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ ആര് തരുന്നത്? ശങ്കരാചാര്യ സ്വാമികള് തരുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ എല്ലാം വിചാരം നിങ്ങൾക്കെല്ലാം ഈ സ്ത്രീയുടെ ശരീരത്തോടാണ്.
അപ്പൊ നിങ്ങളുടെ അട്രാക്ഷൻ വരുന്നത് ശരീരത്തോടാണ്. ചിലപ്പോൾ എൻ്റെ തന്നെ ചില സുഹൃത്തുക്കള് ചില സ്ത്രീകളെ കാണുമ്പോൾ പറയാറുണ്ട്, എന്തുപാടെ അടിപൊളി ശരീരം തന്നെ, പാട്ടിവൊക്കെ നോക്കേ, ഇവളെ ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ. കണ്ടില്ലേ, ചില സമയത്ത് ചിലർ പറയും ഓക്കെ അടിപൊളി സെക്സി ലുക്കാണ്. കണ്ടോ, ഇതൊക്കെ ഏതിനെയാണ് അവര് നോക്കുന്നത്? ശരീരമാണ്. അപ്പൊ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ആ ശരീരത്തെ ഒന്ന് തടവാമായിരുന്നു, ആ ശരീരത്തിൽ ഒന്ന് ഉമ്മ വയ്ക്കാമായിരുന്നു, ആ സെക്സി ശരീരത്തിൽ എനിക്ക് ബന്ധം നടത്താമായിരുന്നു. ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളിലെ ഊർജം ചിന്തിക്കുന്നത് അതല്ല. മനസ്സിലായോ? ഒരു പുരുഷൻ ചിന്തിക്കുന്നത് സ്ത്രീ കാണുമ്പോൾ അവളുടെ ശരീര വടിവ്, എന്തൊരു ശരീര വടിവിടെ, അവളുടെ ആ വയറിന്റെ വടിവ്, മാറിടത്തിന്റെ ഇത് ഒക്കെ ഒന്ന് നോക്കേ, നല്ല സെക്സി ലുക്കാണ്, ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പുരുഷൻ വിചാരിക്കും. പക്ഷെ നിങ്ങളിലെ ഊർജം വിചാരിക്കുന്നത് അതല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ തേടുന്നതും അതല്ല. എങ്ങനെ അറിയാം? ശ്രദ്ധിച്ചു നോക്കിക്കോളണം. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു രാത്രി നിങ്ങൾ ഉറങ്ങുമോ? ഇവൾ മരിച്ച ഭാര്യ ഇന്ന് തീർന്നു, അവളെ നാളെ അടക്കിയാൽ മതി, ഇന്നൊരു ദിവസം ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങട്ടെ? ഇല്ല. കാരണം എന്തുകൊണ്ട്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവസാനിച്ചു കഴിഞ്ഞു. നോക്കേ, അതിഭയങ്കരമായ ഒരു സുന്ദരിയാണെന്നിരിക്കട്ടെ, അസാമാന്യമായ സെക്സി ഘടനയുള്ള ശരീരം നിങ്ങൾ പലപ്പോഴും മോഹിച്ചിട്ടുണ്ട്. അവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ പക്ഷേ അവളുടെ ശവശരീരം ഒരിക്കൽ നിങ്ങൾ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ കതവ് തുറന്നു ചെല്ലുമ്പോൾ അവർ മരിച്ചു കിടക്കുകയാണ്, ആ വീട്ടിൽ ആരുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ശരീരവുമായി ബന്ധപ്പെടാം. പക്ഷേ നോക്കൂ, ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കരമായി മോഹിച്ചതാണ് ഇവളെ. എന്തൊരു ശരീരം, എന്തൊരു അഴക്, എന്തൊരു ശരീരവടിവ്, എന്തൊരു മാറിടം എന്നൊക്കെ നിങ്ങൾ കരുതിയതാണ്. ഇപ്പൊ അവള് കൈവെള്ളയിലാണ്. നിങ്ങൾക്ക് അവളുമായി എന്ത് ചെയ്യാം? ശരീരബന്ധത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏർപ്പെടാം. പക്ഷേ നിങ്ങൾ ഏർപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പുരുഷ എനർജി തിരഞ്ഞത് ഈ ശരീരമല്ല. ഈ ശരീരത്തിനകത്ത് ഒരു എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയാണ്. ആ എനർജി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേണ്ട. അതല്ലേ ഒരു യഥാർത്ഥത്തിൽ വളരുന്ന ചെടിയും ഒരു കൃത്രിമ കടലാസ് ചെടിയും ഇരിക്കുന്നു. ഈ കടലാസ് ചെടിയിൽ തൊടാൻ താല്പര്യമില്ല നമുക്ക്, കാരണം അതിൽ പ്രാണനില്ല. നമുക്ക് മറ്റേ ചെടിയിൽ തൊടാനാണ് താല്പര്യമെന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് രണ്ട് എനർജിയാണുള്ളത്. ഒന്ന് ലൈഫ് എനർജി, രണ്ടാമത്തത് ഡിവൈൻ എനർജി. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തുള്ള ലൈഫ് എനർജി തൊടാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഈ ഡിവൈൻ എനർജിയെയാണ്. ആരാണ് ഈ ഡിവൈൻ എനർജി എന്ന് പറയുന്നത്? വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ മാറിടം, നമ്മൾ ആദ്യമേ പറഞ്ഞു, പെണ്ണിന്റെ മാറിടമെന്ന് പറഞ്ഞാൽ മാംസഗോളം. ഇപ്പൊ പുരുഷന്റെ നെഞ്ചത്ത് ആ മാംസ പരിണാമം ഇല്ല. സ്ത്രീയുടെ നെഞ്ചത്ത് വന്നപ്പോൾ പുരുഷൻ്റെത് പോലുള്ള ആ നെഞ്ചില് മാംസവും കൊഴുപ്പും കൂടെ ചേർന്ന ഒരു പരിണാമം വന്നിട്ട് രണ്ട് ഗോളമായി മാറിയിരിക്കുകയാണ്. നിങ്ങളാകട്ടെ ആ ഗോളത്തിൽ ആസക്തി കണ്ടെത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ സെക്സ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഗോളമല്ല. ഈ ഗോളത്തെ ആരാണ് ഈ മാംസത്തെ ഇങ്ങനെ ഗോളമാക്കി മാറ്റിയത്? അല്ലേ? ഈ മാംസത്തെയും കൊഴുപ്പിനെയും കൂടെ ചേർത്ത് പുരുഷന്റെ ശരീരത്തിൽ അങ്ങനെ ആക്കാതെ സ്ത്രീക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഗോളാകൃതി നിർമ്മിച്ചത് ആര്? പുരുഷനാകട്ടെ അവന്റെ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന, നമ്മളിപ്പോ ശിവലിംഗം പറയത്തില്ലേ, അതൊരു തെറ്റല്ല. അപ്പൊ അവിടെ ഒരു ലിംഗത്തിന്റെ ആകൃതിയിൽ കൃത്യമായി മാംസത്തെ ചേർത്തു വെച്ചത് ആര്? ആ ലിംഗത്തിന് ഭാഗമായി അപ്പുറത്ത് അതില്ലാതെ നിർമ്മിച്ചത് ആരെ? ആ ഒരു ശക്തിയുണ്ട്, ആ ഒരു എനർജി ഉണ്ട്. ആ എനർജിക്കാണ് എന്ത് പേര് വിളിക്കുന്നത്? ഡിവൈൻ എനർജി എന്ന പേര് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു പുരുഷൻ തേടുന്നത് ഈ മാംസഗോളത്തെ അല്ല, ഈ മാംസഗോളത്തെ സൃഷ്ടിച്ച അതിൻ്റെ പിന്നിലുള്ള ഡിവൈൻ എനർജിയാണ് തേടുന്നത്.
അത് ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. അങ്ങനെ ഡിവൈൻ എനർജിയെ തേടണം എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അങ്ങനെ ഡിവൈൻ എനർജിയെ തേടാൻ ശങ്കരാചാര്യ സ്വാമി പറയുന്നത് നീ ഒന്നിൽ മാത്രം ഒതുങ്ങുക. ഇപ്പൊ നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയിൽ മാത്രമായിട്ട് നിങ്ങൾ ഒതുങ്ങുക. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്ക് ആസക്തി തോന്നുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ ഭാര്യയിൽ ആദ്യ നാളുകളിലൊക്കെ നിനക്കത് മാംസഗോളമായി മാത്രമേ തോന്നൂ. അത് മാംസഗോളം എന്ന് കരുതിയാണ് നീ സെക്സിൽ ഏർപ്പെടുന്നത്. പക്ഷേ പതിവായി ഉപയോഗിച്ചു വരുമ്പോൾ പതുക്കെ കൊണ്ട് നിനക്ക് മനസ്സിലാകും ഇതൊരു മാംസഗോളമല്ല. ഇതിലൂടെ തിരയേണ്ടത് ഏതാണ്? ഇതിൻ്റെ പിന്നിലുണ്ടായ ആരാണ് ഇതിനെ മാംസഗോളമാക്കിയത്? ആ ഊർജമാണ് എനിക്ക് വേണ്ടത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ഭാര്യയെ കാണും, ഓഫീസിലുള്ള പെണ്ണിനോടും ആഗ്രഹം തോന്നും, വേറൊരു പെണ്ണിനോടും ആഗ്രഹം തോന്നും. തിരിച്ചു വീണ്ടും വീട്ടിൽ വരുമ്പോൾ സ്വന്തം ഭാര്യയെ കാണുമ്പോഴും നിങ്ങൾ അന്ന് കണ്ട ഒരു സെക്സി പെണ്ണിന്റെ രൂപം വരും, ആ കാമം വരും, അവളെ കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഭാര്യയുടെ മാറിടം എടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് സെക്സ് എന്ന് പറയുന്ന വൃത്തികെട്ട വികാരമായിരിക്കും. മനസ്സിലായില്ലേ? ആ മാറിടം നിങ്ങൾ പാനം ചെയ്യേണ്ടത് അത് എങ്ങനെയാണെന്നാ പറയുന്നത്. ശരിക്കും നോക്കേ, ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് സെക്സിലാ പാല് കുടിക്കുന്നത്? അല്ല, അത് സെക്സിലല്ല. അതിന് കാമമില്ല. അതെന്ത് ചെയ്യുകയാണ്? അത്യധികമായ സ്നേഹത്തിൽ അമ്മയുടെ ഡിവൈൻ എനർജി അതിങ്ങനെ എടുക്കുകയാണ്. അമ്മയുടെ ഡിവൈൻ എനർജി അതിലേക്കത് എടുക്കുകയാണ്. ആ ഡിവൈൻ എനർജി എടുക്കുന്നത് കൊണ്ട് ആ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു നിർവൃതി നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു നിർവൃതിയാണ് അല്ലേ? ആ കുഞ്ഞിങ്ങനെ പാല് കുടിക്കുമ്പോൾ അമ്മ കണ്ണുകളൊക്കെ അടച്ച് അങ്ങനെ ഇരിക്കും. അത് രണ്ടു കൂട്ടരും ഒരു ധ്യാനാവസ്ഥയിലാണ്. ആ കുടിക്കുന്ന കുഞ്ഞും ധ്യാനാവസ്ഥ. കാരണം ആ ഡിവൈൻ എനർജിയാണ് അത് ഊടിയെടുക്കുന്നത്. അതിൻ്റെ മനസ്സിൽ കാമമില്ല. അപ്പോൾ അത് ചുരത്തി കൊടുക്കുന്ന അമ്മ ഒരു കാര്യം ആലോചിക്കുക. ഒരു സ്ത്രീയുടെ സ്നേഹം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ മാറിടം. അപ്പോൾ ഈ കുഞ്ഞ് ആ മാറിടം അതിൽ പാല് ഊറി കുടിക്കുമ്പോൾ ഈ അമ്മ ചുരത്തി കൊടുക്കുന്നത് സത്യത്തിൽ പാലല്ല, പിന്നെ ഏതാണ്? സ്നേഹമാണ്. ആ കുഞ്ഞ് ഊറിയെടുക്കുന്നത് ആ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഡിവൈൻ എനർജി. ഇതുപോലെ നിങ്ങൾ ഒറ്റ പെണ്ണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മാംസഗോളമല്ല, ഇതിൻ്റെ പിന്നിലുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മാറിടം എടുത്തിട്ട് കാമത്തിലല്ല, പിന്നെയോ അതിൻ്റെ പിന്നിലുള്ള ഡിവൈൻ എനർജിയാണ് ഊറിയെടുക്കേണ്ടത്. കുഞ്ഞ് ഏത് മനസ്സിലാണോ പാല് കുടിക്കുന്നത് അതേ മനസ്സിൽ വേണം നിങ്ങൾ ഭാര്യയുടെ മാറിടവും പാനം ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു പാല് കുടിക്കുമ്പോൾ ആ അമ്മ അടയുന്ന ഒരു നിർവൃതിയുണ്ട്. ആ നിർവൃതി ഭർത്താവ് ചെയ്യുമ്പോഴും ഭാര്യയ്ക്കുണ്ടാകണം. അല്ലാതെ ഭർത്താവ് ഇത് തൊടുമ്പോൾ അവർക്ക് കാമത്താൽ പൊടയുകയല്ല വേണ്ടത്. നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു ആ എനർജിയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം പറയുന്നത്. അപ്പൊ ശങ്കരാചാര്യ സ്വാമി പറയുന്നത് ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ സെക്സ് ചെയ്യേണ്ടെന്നല്ല, ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ. കരുതില്ലേ? കുഞ്ഞ് ആ പാല് കുടിക്കുന്നത് സ്നേഹത്താലാണ്. നിന്റെ സ്നേഹം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെയും സ്ഥലം പാനം ചെയ്യേണ്ടത് നിന്റെ സ്നേഹം മുഴുവനും എനിക്ക് ചുരത്തി തരൂ, നിന്റെ ഹൃദയത്തിലെ പ്രണയം മുഴുവനും എനിക്ക് ചുരത്തി തരൂ, എനിക്കത് വേണം. ആ സ്നേഹത്തിൻ്റെ പേരാണ് ഡിവൈൻ എനർജി. അതോടുകൂടി നിങ്ങൾ ശാന്തമാകും. അതേസമയം പല സ്ത്രീകളെടുത്ത് പോകുന്നവൻ മതമിളകിയ ആനയാണ്. അവൻ പിന്നെ വലിയ ശല്യമുണ്ടാക്കും. അവൻ പലതും നശിക്കും, മതം നശിപ്പിക്കും. മതമിളകിയ ആന അവൻ എപ്പോഴും ആരായിരിക്കും? അസ്വസ്ഥനായിരിക്കും. അപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അപ്പം ശരിക്കും നിങ്ങൾ അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ കാമത്തെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ
കാമാസക്തി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങുക. ഒറ്റ പെണ്ണ്. നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയിൽ മാത്രമായിട്ട് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ പതുക്കെ 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 നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കുടിക്കുന്നത് മാറിടമല്ല, ആ മാറിടം സൃഷ്ടിച്ച ഒരു പവറുണ്ട്, ഡിവൈൻ എനർജി. ആ ഡിവൈൻ എനർജിയാണ് നിങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അത് നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കും. ആ ചിന്ത നിങ്ങളുടെ മോക്ഷത്തിലേക്ക് നയിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക പ്രിയപ്പെട്ടവളെ, നീ നിന്റെ പ്രണയം മുഴുവൻ എനിക്ക് ചൊരത്തി തരൂ. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞു പാല് കുടിക്കുന്ന അതേ നിഷ്കളങ്കതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മാറിടം പാലം ചെയ്യാൻ പറ്റുമെങ്കിൽ സഹസ്രാരം ഉണരും. ശിരസിലെ 1000 കമലദളങ്ങൾ വിരിയും. അത് അമൃത് വർഷിക്കും. അതിന് സെക്സ് എന്ന് പിന്നെ വിളിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ആ മാംസഗോളം കാണുമ്പോൾ ഓ ഇത് എന്നാ ഇത്, ഓ എന്നാ മാംസം, എന്നാ അഴക് എന്ന് പറഞ്ഞു പോകുന്ന സെക്സ് ചെയ്യല്ലേ എന്നാണ് ശങ്കരാചാര്യ സ്വാമി പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവനെയാണ് ശങ്കരാചാര്യ സ്വാമികൾ മൂഢാന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നാമതായി കാമമില്ലാതാക്കാൻ ഒറ്റ കാര്യം, ഒരാളിൽ ഒതുങ്ങുക, ഒറ്റയാളിൽ ഒതുങ്ങുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കുക, സ്വന്തം ഭാര്യയുടെ മാരടമാണെങ്കിലും ഇതൊരു മാംസഗോളമാണ്, ഒരു മാംസത്തിന്റെ പരിണാമമാണ്. മാംസവും കൊഴുപ്പും കൂടെ കൂടിച്ചേർന്ന് ഇത് ഉണ്ടായതാണ്. എനിക്ക് വേണ്ടത് ഇതല്ല. ഈ കൊഴുപ്പും പരിണാമവും ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ അദൃശ്യ ശക്തിയെ ഡിവൈൻ എനർജി എന്ന് പറയുന്നു. ആ ഡിവൈൻ എനർജിയിലൂടെ എനിക്ക് മോക്ഷത്തിലേക്കാണ് പോകേണ്ടത്. ഇത് തന്നെയാണ് കൃഷ്ണന്റെയും ഗോപികമാരുടെയും ലീലകളെന്ന് പറയുന്നത്. ആ രീതിയിലൂടെ നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾക്ക് കാമങ്ങൾ അടങ്ങും. കാമങ്ങൾ അടങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾ സെക്സിനെ ഉപയോഗിക്കുന്നത് മോക്ഷമാർഗമായിട്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഭഗവാന്റെ അടുത്ത് പോയി ഇതൊരു പുണ്യ പ്രവൃത്തി പോലെ നിങ്ങൾ ചെയ്യണം. മനസ്സിലായ? അല്ലാതെ കാമം തോന്നി ആസക്തി പിടിച്ച് ആന കരിമ്പുണ്ടാട്ടി കയറുന്ന കണക്ക് ചാവിട്ടി മേടച്ച് ഒടുവിൽ തളന്ന് അങ്ങോട്ട് മാറിക്കിടക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം പിടിയിട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധമായി രണ്ടുപേരും വന്ന് പ്രാർത്ഥിച്ച് ഒരു മഹത്തായ കർമ്മം ചെയ്യുന്നു എന്ന മട്ടിൽ അവിടെ ചെന്നതിന് ശേഷം ഇതൊരു മാംസഗോളമല്ല, ഇതിനകത്തൊരു ഈ മാംസഗോളത്തെ നിർമ്മിച്ച ഒരു എനർജി ഇരിപ്പുണ്ട്. ആ എനർജി മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയില്ല. അവന് റോബോട്ടുകളെ സൃഷ്ടിക്കാൻ കഴിയൂ. വിചാരങ്ങളൊന്നുമില്ലാത്ത റോബോട്ടിനെ, അതും ഒരു റോബോട്ട് നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞൻ എത്ര നേരമെടുക്കും? ഇവിടെ ഒരു ദിവസം കോടിക്കണക്കിന് ആളുകളെയാണ് ഇത്രയും ശരീരം വെച്ച് ജനിപ്പിക്കുന്നത്. ആ ഡിവൈൻ എനർജി, എൻ്റെ മെയിൽ എനർജി ആ ഡിവൈൻ എനർജിയുമായിട്ടാണ് ചേരേണ്ടത്. ആ ചിന്തയിലാണ് നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സെക്ഷുവൽ തൃപ്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭാര്യയുമായങ്ങ് പ്രണയിച്ച് ഭാര്യയെ കൊഞ്ചിച്ച് ലാളിച്ച് അവളെ പ്രണയത്തിൻ്റെ ഉദാത്തതയിലെത്തിക്കും. മറിച്ച് ഇതൊരു മാംസപിണ്ഡമാണ്. ആ മാംസത്തെ ഞാൻ നേരത്തെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ കണക്ക് എന്നാ ശരീരവടിവ്, ഈ ചിന്തയിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിയുമ്പോൾ അപ്പോഴേ കിടന്നുറങ്ങും. ഓ വേണ്ടായിരുന്നു, വലിയ ക്ഷീണം തോന്നും. മറ്റതല്ല, ഒരു എനർജിയെ നമ്മൾ ആവാഹിക്കുകയാണ്, ഭയങ്കര ഉന്മേഷം തോന്നും. പതുക്കെ 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 നിങ്ങൾ മോക്ഷത്തിലേക്ക് നടക്കും. അങ്ങനെ സെക്സിലൂടെ നീ നശിക്കുകയല്ല വേണ്ടത്. ചിലർ പറയാറുണ്ട് ഇല്ലേ, ഞാൻ പ്രേമത്തിൽ വീണുപോയി, ഐ ഫെൽ ഇൻ ലവ്, അല്ലേ? അത് തെറ്റാണ്. പ്രേമത്തിൽ വീഴുകയല്ല ചെയ്യേണ്ടത്, പ്രേമത്തിൽ കയറുകയാണ് ചെയ്യേണ്ടത്. അതെ, പ്രേമം ഒരു ഏണിയാണ്, അത് മുകളിലേക്ക് കയറാനുള്ളതാണ്. ഏതിൻ്റെ മുകളിലേക്ക്? മോക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ളതാണ്. അപ്പോൾ ഓർക്കുക പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രണയത്തിൽ വീഴുകയല്ല, പ്രണയത്തിലൂടെ മോക്ഷത്തിലേക്ക് കയറുകയാണ് വേണ്ടത്. നിങ്ങൾ സെക്സിലേക്ക് വീഴുകയല്ല, സെക്സിലൂടെ നിങ്ങൾ മോക്ഷത്തിലേക്ക് കയറുകയാണ് വേണ്ടത്. അങ്ങനെ കാമത്തെ പരിശുദ്ധമാക്കണം. അതുകൊണ്ടാണ് ഹിന്ദുക്കള് ലിംഗത്തെ പൂജിക്കുന്നു, യോനിയെയും പൂജിക്കുന്നു.
കാരണം അതൊരു അത്ഭുതമാണ്. നമ്മൾ ശിവലിംഗത്തെ പൂജിക്കും. കാരണം എന്തുകൊണ്ട്? ഈ ലിംഗവും ഈ യോനിയും നമ്മൾ പിന്നെ പൂജിക്കുന്നത് ലിംഗത്തെ യോനിയെ അല്ല. സത്യത്തില് ആ ലിംഗത്തെ സൃഷ്ടിച്ച ഒരു എനർജി ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ഈ യോനിയെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട്. ഭഗവാനെ, ഇത് എന്തൊരു അത്ഭുതമാണ് ഇല്ലേ? ഒരു പൂട്ട്, അതിന് തക്കവണ്ണം ഒരു താക്കോല് നിർമ്മിക്കുക, കൃത്യമായി കയറുന്ന താക്കോല് നിർമ്മിക്കുക. അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? അതുപോലെ ലിംഗം നിർമ്മിക്കുന്നു. അതിനായി പറ്റുന്ന അപ്പുറത്താക്ക് എന്താണ് ചെയ്യുന്നത്? ആ യോനി. അപ്പൊ പിന്നെ അത് സൃഷ്ടിച്ച ആ പ്രതിഭ, ആ ഡിവൈൻ എനർജിയെ നമ്മൾ കൈതൊഴണ്ടേ? ആ ഡിവൈൻ എനർജിയെ കൈതൊഴാൻ ആ ഹിന്ദുക്കൾ പോയി ലിംഗത്തെ പൂജിക്കുന്നത്, ശിവലിംഗത്തെ തൊഴുന്നത്. അതേ കണക്ക് യോനി ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? നേപ്പാളിലുണ്ടല്ലോ, കൊക്കയുടെ മേളിലൂടെ അത് പോകുന്നത്. കാമാഖ്യാന ക്ഷേത്രം എന്ന് അതിന്റെ പേര്. അവിടെ യോനിയാണ് ബിംബം എന്ന് പറയുന്നത്. അത് മോശപ്പെട്ട ഒരു കാര്യമല്ല, അത്യധികം മഹത്തായ ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ലോകത്ത് റേപ്പും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ശങ്കരാചാര്യ സ്വാമികള് നിങ്ങളുടെ ഭാര്യയുടെ മാറിടത്തെ താലോലിക്കണ്ട എന്നല്ല പറയുന്നത്, സെക്സ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞ് പാല് കുടിക്കുന്ന നിറവോടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്തനം പാനം ചെയ്യുക. ഒരു കുഞ്ഞു പാല് കുടിക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് കാമവികാരം അല്ലല്ലോ, പകരം നിർവൃതിയിലിരിക്കുകയാണ്. ഒരു ഭർത്താവ് പാല് കുടിക്കുമ്പോഴും ആ സ്ത്രീക്ക് ആ നിർവൃത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്ഷത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ കുണ്ഡലിനി ഉണരാൻ സമയമായി, നിങ്ങളുടെ സഹസ്രാരം തുറക്കാൻ സമയമായി. അതാണ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാം സവസാദി വികാരം മനസി വിചിന്തം വാരം വാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമയേ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.